നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. ഇന്ത്യ മഹാരാജ്യത്ത് കൃത്യമായി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് സർക്കാരുകൾ അധികാരമേൽക്കുന്നു, ഭരണം തുടരുന്നു. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് രാജ്, പിന്നീട് നിയമസഭ, പിന്നീട് പാർലമെന്റ്, രാജ്യസഭ എല്ലാം തന്നെ കൃത്യമായി നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, അവിടെയൊക്കെ കലാപങ്ങളും ഭരണ പ്രതിസന്ധിയും നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് 5 വർഷം കൂടുമ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് തന്നെയാണ് വസ്തുത. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം ശത്രു രാജ്യങ്ങൾക്ക് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തമാശയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാക്കാനുള്ള ഓരോ ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി മുമ്പേ ഇട്ടെറിഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നതെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇരട്ട വോട്ട്, അതോടൊപ്പം മേൽവിലാസമില്ലാത്ത ആളുകളുടെ പേരിൽ വോട്ട് ചേർത്തത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിട്ടു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അവിടെയൊക്കെ തന്നെ 2 വാർഡുകളിൽ വോട്ടുകളുള്ള ആളുകളെ നമുക്കൊക്കെ നേരിട്ടറിയാം. അത്തരത്തിലുള്ള ആളുകൾ 2 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നതല്ല, പക്ഷേ 2 വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുള്ള ആളുകളെ നേരിട്ട് പരിചയപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. കരട് വോട്ടർ പട്ടിക ആദ്യം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാറുണ്ട്. അത് പിന്നെ കുറ്റമറ്റ പട്ടികയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ട്. മരിച്ച ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യുക, പുതിയ വിവാഹം ചെയ്തെത്തിയ ആളുകളെ കൂട്ടിച്ചേർക്കുക, അങ്ങനെയുള്ള പ്രക്രിയകൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ട്. എന്തൊക്കെ ചെയ്താലും ഒരു പൂർണ്ണമായി ശരിയായ 100% സത്യസന്ധമായ ഒരു പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല എന്നതും ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ ഒരു സിസ്റ്റം ആകെ തന്നെ പോക്കാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം ആകെ തകർന്നു എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മാത്രമല്ല, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചു എന്ന ആരോപണമൊക്കെ നമ്മുടെ രാജ്യത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്. അദ്ദേഹം ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കി തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കൂടുതൽ വ്യക്തത വരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും നമ്മുടെ രാജ്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ ആരോപണങ്ങൾക്കും പിന്നിലും തെളിവുകൾ നിരത്തി അത് തെളിയിക്കണം എന്നത് തന്നെയാണ് വസ്തുത.